മിനി വയനാട് പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇഷ്ടംപോലെ ഗ്രേപ്സ് ഇങ്ങനെ കിടക്കും. ഹലോ, നമസ്കാരം. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ ജോർജിയൻ ട്രിപ്പിന്റെ ബാക്കി കാഴ്ചകൾ കാണാം. ക്രിസ്മസ്, ന്യൂ ഇയർ, വെക്കേഷനും തിരക്കൊക്കെ ആയത് കാരണം കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പ് വന്നുപോയി. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട പോലെ നമ്മൾ ഗോരിയിലെത്തി. ഇന്നിപ്പോൾ രാവിലെ ഗോരിയിൽ നിന്നുള്ള കാഴ്ചകളാണ്. പെട്രോൾ ബങ്കാണ്, കടകളും ഈ റോഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഉപ്ലിഷിങ്കി എന്ന് പറഞ്ഞൊരു കേവ് ടൗണുണ്ട്. ഉപ്ലിഷിങ്കി അങ്ങോട്ടാണ് പോകേണ്ടത്. രാവിലെ ഇവിടെ നിന്നൊരു അമേരിക്കാനോ കാപ്പിയൊക്കെ കുടിച്ച് സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇനി അവിടെ കേവിൻ്റെ അവിടുത്തെ മ്യൂസിയം തുറക്കണമെങ്കിൽ 9 മണിയുണ്ടാവും. അല്ല, 9 മണിയല്ല, 10 മണിയാവും. മണി ഇപ്പം 8:15 കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് ആകെ 15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതിലും അതൊക്കെ അങ്ങോട്ടുള്ള വഴി പോവാം. കാണാൻ രസമുള്ള ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് പോകാമെന്ന് വിചാരിക്കുന്നു. സൈഡ് സ്റ്റാൻഡ് എടുത്തില്ല. പിന്നെ നല്ലൊരു പാർക്കൊക്കെ ഉണ്ടല്ലോ, ആൾക്കാർക്ക് ഓടാനും ഈ ബോളിൽ കാണുന്ന വലിയ പെയിന്റിങ് മെരാബ് മമർദഷ്വിലി എന്ന് പറഞ്ഞുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ജോർജിയൻ ഫിലോസഫറാണ്. പുള്ളി 1933 മുതൽ 90 വരെ ജീവിച്ചിരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഫിലോസഫറാണ്. ഒത്തിരി പഴക്കമുണ്ട് ഈ അപ്ലിഷിങ്ക്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ലോർഡ്സ് ഫോർട്രസ് എന്നാണ്. അതായത് ദൈവത്തിൻ്റെ കോട്ട എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. BC-യിൽ തന്നെ ഇവിടെ ആൾതാമസം ഉണ്ടെന്നുള്ളതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഉള്ള ഈ റോക്ക് സിറ്റിയുടെ അവശിഷ്ടങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊരു AD, അതായത് കോമണറ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ കൺസ്ട്രക്ഷനും ഒരു സിറ്റി ആയിട്ടൊക്കെ ഡെവലപ്പായി എന്നുള്ളതിൻ്റെ തെളിവുകളാണ് കിട്ടുന്നത്. ജോർജിയയിലെ പുരാതനമായ അർബൻ സെറ്റിൽമെൻറ്റിൻ്റെ ഒരു ഭാഗമാണിത്. അപ്ലിഷിങ്കി കേവ് ടൗണും അതിൻ്റെ ഒരു ഭാഗമാണ്. അത്രയും പഴക്കമുള്ളതുകൊണ്ട് തന്നെ പല കൾച്ചറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടുത്തെ ഈ കൺസ്ട്രക്ഷനൊക്കെ. ഇറാനിയൻ, പിന്നെ അനറ്റോളിയ, പിന്നെ പണ്ട് കാലത്തെ പേഗൻ, അത് കഴിഞ്ഞ് വന്ന ക്രിസ്ത്യാനിറ്റി, ഇപ്പോൾ ഈ കൾച്ചറുകളുടെ എല്ലാ ഒരു ഇൻഫ്ലുവൻസ് ഇവിടുത്തെ കൺസ്ട്രക്ഷന് കാണാമെന്നാണ് പറയുന്നത്. 4-ാം നൂറ്റാണ്ടോടുകൂടി ജോർജിയ കൂടുതലും ഒരു ക്രിസ്ത്യൻ കൺട്രിയായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ക്യാപിറ്റൽ തിബിലിസി ആയിട്ട് മാറി. അപ്പോൾ ഈ ടൗണിൻ്റെ ഇമ്പോർട്ടൻസ് 4-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കുറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 8-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഈ ഇസ്ലാമിക് ഇൻവേഷൻ്റെ ഒക്കെ സമയത്ത് ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ഇങ്ങോട്ട് വന്ന് വീണ്ടും താമസിക്കാനൊക്കെ തുടങ്ങിയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും വിദേശ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ പതുക്കെ ഈ തിബിലിസിയൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ കേവ് ടൗൺ. 14-ാം നൂറ്റാണ്ടോടുകൂടി ഏതാണ്ട് ആ സമയത്താണ് മറ്റേ മംഗോളിന്റെ ആക്രമണം ഉണ്ടായത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അവർ വന്ന് ആക്രമിച്ചതോടുകൂടി ഈ സിറ്റി അങ്ങനെ വല്ലാണ്ട് നശിപ്പിക്കപ്പെട്ടു. പിന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അത് കഴിഞ്ഞുള്ള കാലത്ത് ഈ പറഞ്ഞ പോലെ എപ്പോഴൊക്കെ ജോർജിയ മറ്റ് വിദേശ ശക്തികൾ ആക്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കുറേയേറെ ആൾക്കാർ ഇവിടെ വന്ന് അഭയം പ്രാപിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിദേശാക്രമണ സമയത്തൊക്കെയാണ് ഇവിടെ കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒഴിഞ്ഞ സ്ഥലമായിട്ട് തന്നെ കിടക്കുമായിരുന്നു. ഹലോ, പാർക്കിംഗ് ഓക്കെ? ഓക്കെ, പാർക്കിംഗ് 10 o'clock. ഓക്കെ. ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, ഐസ്ക്രീം വെൻഡിങ് ഉണ്ട്. എല്ലാം 10 മണിക്കേ തുടങ്ങുള്ളൂ. ഇവിടെ ഉണ്ട് വൈൻ ഐസ്ക്രീം. ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. ഈ നേരത്തെ അവിടെയും കണ്ട, പക്ഷെ ട്രൈ ചെയ്തില്ല. വൈൻ ഐസ്ക്രീം. ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നതുകൊണ്ട് അവിടെ കൊണ്ട് ഹെൽമെറ്റും ഇതുമൊക്കെ വെച്ചിട്ട് പതുക്കെ. കേവ് ടൗൺ അങ്ങോട്ടാണ് നടക്കേണ്ടത്. ആ സൈഡിലാണ്. 10 മണിക്കേ തുറക്കുള്ളൂ. 10 കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ. ആ മുകളിൽ കാണുന്നതാണ് കേവ് ടൗൺ. പത്ത് മണിക്കേ തുറക്കുള്ളൂ. പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. നൈസ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. മേക്കിംഗ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ്. 1 ഗ്ലാസ് 10 ലാറി ഐ തിങ്ക്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 15 ലാറിയാണ് ബേസിക്. അതായത് മ്യൂസിയം ഉണ്ട് ഇവിടെ. മ്യൂസിയവും പിന്നെ കേവ്
സിറ്റി കാണാൻ വേണ്ടി 15 ലാറി. അത് കൂടാതെ കണ്ട് വില്ലേജ് വൈൻ ടേസ്റ്റിംഗ് ടൂർ എന്നൊക്കെ പറഞ്ഞ് വേറെ 20 ലാറിയുണ്ട്. അതിനെടുത്തില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാകുമ്പോഴത്തേക്ക് വൈൻഡപ്പ് ചെയ്ത് പോകണം. ഫുൾ റോക്കാണ് സ്ഥലം മുഴുവൻ. അവിടെ എന്തായിരിക്കുന്നത്? ഇവിടെ ഒരു റിവറൊക്കെ ഉണ്ടല്ലോ, നദി ഒഴുകുന്ന അവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. ഇതാണ് കേവ് ടൗൺ. മുകളിലോട്ടാണ് പോകണ്ടെന്ന് തോന്നുന്നു. സോ മെയിൻ ഗേറ്റിൻ്റെ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോണത്. കയറി ചെല്ലുമ്പോഴാണ് ചെറിയൊരു ഫോർട്ട് പോലൊക്കെയാണ് അടുത്ത സ്പോട്ട്. ഇവിടെ എന്താണ് താമസിച്ചിരുന്ന ഗുഹകളൊക്കെയാണെന്ന് തോന്നുന്നു. 3 wall ടെമ്പിൾ ആൻഡ് റിച്വൽ പിറ്റ്സ് അതൊക്കെയുണ്ട്. റിച്വലിനുള്ള എല്ലാ തീ കത്തിക്കുകയോ പൂജ ചെയ്യുന്നതൊക്കെ ടൈപ്പ് സ്ഥലങ്ങളായിരുന്നു തോന്നുന്നു. റിച്വൽ പിറ്റ്സ്. പാറ എങ്ങനെ തുറന്നുണ്ടാക്കിയേക്കുന്നു. മൊത്തം പാറ കാർവ് ചെയ്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല പണികളാണ്. നല്ല അത്യാവശ്യം നമ്മുടെ ഹൈറ്റിലൊക്കെ ഉള്ളപ്പോൾ കുഴപ്പമില്ല. സാധാരണ ഈ ഗുഹകളൊക്കെ ആകുമ്പം കേവ് എന്നൊക്കെ പറയുമ്പോൾ ഹൈറ്റൊക്കെ കുറവാണ്. ഇത് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഭിത്തിയിലൊക്കെ കുത്തി വരച്ചിട്ടുണ്ട്. കുരിപ്പ് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം വലിയൊരു ബാത്ത് ടബൊക്കെ പോലെ ഫുൾ പാറ തുറന്നേക്ക്. കൊള്ളാം. എത്ര നാളത്തെ തച്ചായിരിക്കും അല്ലേ? കുറേ തച്ച് പണിത് കാണുമല്ലോ ഇതുപോലെ പാറയൊക്കെ തുറക്കാൻ. നല്ല റിവർ വ്യൂ ആണ് ഇവിടുന്ന്. നല്ല രസമുണ്ട് റിവർ വ്യൂ. താഴെ കുതിര വണ്ടിയോ കിടപ്പുണ്ട്. ഇങ്ങോട്ടുള്ള വന്ന വഴിയാണ് കാണുന്നൊക്കെ. രസമുണ്ട്. ആൾക്കാരൊക്കെ ഇതിലേ കയറി ഇറങ്ങി അങ്ങനെ ചുറ്റിക്കിറങ്ങി പോകുന്നുണ്ട്. ഇത് എന്തോ ലോങ് ഹാളാണ്, വലിയ ഹാള്. നന്നായിരിക്കുന്നു. നല്ലൊരു ഏരിയ ആണ്. നല്ല സൈസുള്ള കേവ് എല്ലാം നല്ല വലിപ്പത്തിലാണ്. അതുകൊണ്ട് ഭംഗിയുണ്ട്. പാട്ടൊക്കെ കേൾക്കുന്നു. അതെവിടുന്ന പാട്ട് കേൾക്കുന്നു? നേറ്റിവിറ്റി ബസിലിക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 3 രാജാക്കന്മാരുടെയാണോ അതോ ബസിലിക്കയുടെ വ്യൂ അതായിരിക്കും അല്ലേ? അതായിരിക്കുമല്ലോ ബസിലിക്ക. അവിടുന്ന് ആൾക്കാർ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ. ഇത് ഹാൾ ഓഫ് ക്യൂൻ തമാർ. അപ്പം
ക്യൂനിൻ്റെ ഹോളായിരുന്നിരിക്കണം എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് കൊടുത്ത സപ്പോർട്ടാണെന്ന് തോന്നുന്നു. താങ്ങി നിർത്തിയേക്കുന്നു, താവട്ട് പോരായിരിക്കും. ഇതൊക്കെ പുതിയ കൺസ്ട്രക്ഷനാണ്, പില്ലറൊക്കെ. ബാക്കിയെല്ലാം പഴയ പില്ലറിൻ്റെ, ഇതൊരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം പഴയ തന്നെയാണ്. അല്ല, അതിൽ പ്ലാസ്റ്ററിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പഴക്കം എത്രയാണെന്നറിയില്ല. ഇവിടെ ഉണ്ടല്ലോ അപ്പോത്തിക്കിരി ഡോക്ടറാരും തോന്നല്ലേ. റൂം വിത്ത് ക്യാവിറ്റീസ്. റിച്വൽ പിറ്റ്സ് ഓർ വൈൻ പ്രസ്. Amphora beer sponsored by Amphora. അവിടെ എന്താ റൂഫ് പോലൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇപ്പോൾ പണ്ട് കാലത്ത് വൈനുണ്ടാക്കി വൈൻ സെല്ലാറാണ് കാണുന്നത്. അടിയിലോട്ട് കുഴി ഉണ്ടാക്കിയിട്ട് വർണ്ണിക്കകത്തിട്ട് വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് ഇറങ്ങാൻ വഴിയില്ലല്ലോ. ഇപ്പോൾ ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. വൈൻസ് എല്ലാറുണ്ട്, എക്സിറ്റും എല്ലാം അങ്ങോട്ട്. Нет, круассан библиотеку возьмем. Нет. പള്ളിയിലേക്കുള്ള സാധനങ്ങളൊക്കെ. Ну, пока я буду смотреть переводчик. Буду смотреть. പഴയൊരു പള്ളി, സെൻറ്റ് ജോർജ് ആണല്ലോ. ബ്ലാക്ക്ബെറി ഹോൾ നട്ട്. അങ്ങോട്ട് മാറി അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് പോകണില്ല. നല്ലൊരു റിവറാണ്. റിവർ വ്യൂ കാണാൻ വേണ്ടി വന്ന അതിൻ്റെ പേര് തിരിച്ച് പോകേണ്ട സമയമായി. സ്റ്റാലിൻ മ്യൂസിയം കൂടെ ഒക്കെ കാണാനുള്ളതുകൊണ്ട്. അപ്പോൾ കാലിയാഴ്ച കിടന്ന പാർക്കിംഗ് ഗ്രൗണ്ടെല്ലാം ഫുള്ളായി. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും 10 കഴിഞ്ഞപ്പോഴത്തേക്ക് ധാരാളം ടൂറിസ്റ്റുകളിലേക്ക് വരവായി. അതുകൊണ്ട് അത് ഫുള്ളായി കിടക്കുന്നു. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പതുക്കെ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് അടുത്ത ലക്ഷ്യമായ സ്റ്റാലിൻ മ്യൂസിയത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇനി പതുക്കെ തിരിക്കാം. 12 കിലോമീറ്ററേ ഉള്ളൂ ഗോരിയിലേക്ക്. അവിടെ പോയി സ്റ്റാലിൻ മ്യൂസിയം ഒക്കെ കാണാം. ട്രഡീഷണൽ വീടുകളാണ്, ചെറിയ വീടുകളാണ്. പഴയ ഇന്നലെ വൈകുന്നേരം നടന്ന വഴി തന്നെ. ഇതിലെയാണ് സ്റ്റാലിൻ മ്യൂസിയത്തിലേക്ക് പോകേണ്ടത്. ഈ വഴി ഇന്നലെ വൈകുന്നേരം നടക്കാൻ വന്ന വഴിയാണ്. ബൈക്ക് ഏതായാലും ഹോം സ്റ്റേയിൽ തന്നെ വെച്ച് 1 കിലോമീറ്ററേ ഉള്ളൂ സ്റ്റാലിൻ മ്യൂസിയം. അപ്പോൾ നടന്നു വരാൻ തുടങ്ങി.
ലഞ്ചൊക്കെ കഴിച്ചിട്ട് പതുക്കെ ലഞ്ച് കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് വിട്ടാൽ മതിയല്ലോ. ഇതാണ് നമ്മൾ ഇന്നലെ കഴിച്ച റെസ്റ്റോറൻറ്റ്. നമ്മൾ ഫോർറണ്ണർ, ടൊയോട്ട, ബെൻസിൻ്റെ ജീവാഗണാണല്ലോ കിടക്കുന്നത്. പോഷ് കാറുകളെല്ലാം ഉണ്ട്. ഇതാണ് സ്റ്റാലിൻ അവന്യൂ. കസീനോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കസീനോ തന്നെയാണോ? അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാലിൻ അവന്യൂ എത്തിയിരിക്കുകയാണ്. ഒരു പാർക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഓതാൻ തോന്നുന്നു സ്റ്റാലിൻ മ്യൂസിയം. പാർക്കിനകത്തൂടെ കയറി ഇറങ്ങിപ്പോയാലും മതിയായിരിക്കും. കോഫി വെൻഡിങ് മെഷീൻ, കൊക്കക്കോള, ഓൾ ക്ലോസ്ഡ്. ഹലോ. സ്റ്റാലിൻ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഇനി 200 മീറ്ററേ ഉള്ളൂ. നല്ല ദാഹം. ഒരു ചെറിയ ദാഹശമനി കുടിച്ചിട്ട് സ്റ്റാലിൻ മ്യൂസിയം കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് പണ്ടുകാലത്തുള്ളവരുടെ മഹാനായ സ്റ്റാലിൻ്റെ ഒരു മ്യൂസിയം ഉള്ളത്. മഹാൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഡിബേറ്റബിളാണ്. എന്നാലും ലോകചരിത്രം നോക്കുമ്പോൾ അവഗണിക്കപ്പെടാനോ എഴുതിത്തള്ളാനോ പറ്റാത്തൊരു വ്യക്തിത്വമാണ്. പ്ലസ്സുകളും ഉണ്ട്, ധാരാളം മൈനസുകളും ഉണ്ട്. അങ്ങനെ ആരും പൂർണ്ണരല്ല എന്ന് പറയുന്ന പോലെയുള്ളൊരു ഇതാണ്. ഇപ്പോൾ ഇത് പഴയ സ്റ്റാലിൻ്റെ വീട്, പുള്ളി ജനിച്ച് വളർന്ന വീടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. 19-20 നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തുള്ള വല്ലോ വീടായിരുന്നിരിക്കണം. ഇത് സ്റ്റാലിൻ ജനിച്ച് വളർന്ന വീടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു സ്മാരകമായിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ചരിത്ര പുരുഷനാണല്ലോ. അതുകൊണ്ട് ഓർമ്മകളുണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എങ്ങനെയുള്ള വ്യക്തിത്വങ്ങളാണെന്നുള്ളത് സെക്കൻഡറിയാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കാട്ടിക്കൂട്ടിയ സംഭവങ്ങളുടെ പേരിൽ ഓർക്കണം. അത് പോസിറ്റീവും നെഗറ്റീവും കാണും. അപ്പോൾ പണ്ട് കാലത്തെ സ്റ്റാലിൻ്റെ വീട് അങ്ങനെ പ്രിസർവ് ചെയ്തിട്ട് അത് ഫുള്ള് കവർ ചെയ്തേക്കാൻ എനിക്ക് തോന്നുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സ്റ്റാലിൻ മരിച്ചു കഴിഞ്ഞപ്പോഴെല്ലാം ഇങ്ങനെ ഒരു മ്യൂസിയം ആക്കിയതായിരിക്കും. അന്നത്തെ അങ്ങനെയാണല്ലോ. താഴോട്ടൊരു ബേസ്മെൻറ്റ് പോലെയൊക്കെ ഉണ്ട്. സെല്ലാർ, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ. താഴോട്ടൊരു ബേസ്മെൻറ്റ് പോലെ ഉണ്ട്. ഇത് സ്റ്റാലിൻ മീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പഴയ ഒരു ട്രെയിൻ ബോഗിയാണ്. ഈ ട്രെയിൻ ബോഗി എന്ന് പറയുന്നത് പുള്ളി മീറ്റിങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ് ഈ ട്രെയിനകത്ത്. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഇതിനകത്താന്ന് തോന്നുന്നു. സുവനീറൊക്കെയുണ്ട്. സുവനീറൊക്കെ ഉണ്ട്. ക്യാപ്പ് മുതൽ പൈപ്പ് മുതൽ എല്ലാം ഉണ്ട്. സ്റ്റാലിൻ്റെ വൈൻ വരെ ഉണ്ട്. പുള്ളിയുടെ ഫോട്ടോ ഒക്കെ അടിച്ച വൈൻ വരെ ഉണ്ട്. വൈൻ ബോട്ടിൽ. മാർബിളൊക്കെ ഇട്ട് സെറ്റപ്പ് മോശമല്ല. വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾക്കൊക്കെ കാശിന് പഞ്ഞില്ലല്ലോ. പട്ടിണി കിടക്കുന്നവർക്കല്ലേ ഉള്ളൂ കാശില്ലാത്ത. എല്ലാ മതങ്ങളിലും വിശുദ്ധന്മാർക്ക് കാശുണ്ട്. მეოცე საუკუნის პოლიტიკური მოღვაწის მუზეუმში ეს შენობა არსებობს 1957
മൊത്തം റഷ്യനും ജോർജിയനും ഒക്കെ ഉണ്ട്, നമുക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഒക്ടോബർ റവല്യൂഷൻ്റെ ഇതൊക്കെയാണ് കാണിക്കുന്നത്. അതിൻ്റെ മെയിൻ ആൾക്കാരൊക്കെയാണ് ഒക്ടോബർ റവല്യൂഷൻ. പുള്ളി എഴുതിയ ബുക്കുകളൊക്കെയാണ് തോന്നുന്നു. പറയുമ്പോൾ എല്ലാം ഗ്ലോറിഫൈ ചെയ്ത് വെച്ചേക്കുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ഗ്ലോറിഫിക്കേഷനകത്തൊന്നും വലിയ കാര്യമുണ്ടെന്ന്. ഇൻഡസ്ട്രിയലൈസേഷൻ കാര്യമായിട്ട് നടന്നു എന്നുള്ളൊരിതാണ്. ടെക്നോളജി എല്ലാം നല്ല ഡെവലപ്മെൻ്റ് ആയിരുന്നു, നല്ല മാസീവ് സ്കെയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു. പക്ഷേ കൺസ്യൂമേഴ്സ് ഉള്ള സാധനങ്ങൾക്കൊന്നും ഫോക്കസ് ഇല്ലാതെ പോയി. എല്ലാം റഷ്യനിലും ജോർജിയനിലും എഴുതിയേക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതലും മനസ്സിലാകത്തില്ല വായിച്ച. ഇംഗ്ലീഷ് ചില ഫോട്ടോയ്ക്കൊക്കെ ഉള്ളു ക്യാപ്ഷൻ ഇംഗ്ലീഷ്, ബാക്കി കൂടുതലും റഷ്യനും ജോർജിയൻ ലാംഗ്വേജൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഇതാണ് ട്രെയിനിൻ്റെ അകം. പാൻട്രി പോലെ ആയിരിക്കും, ട്രെയിനിൻ്റെ കിച്ചണോ പാൻട്രി ആയിട്ടായിരിക്കും. ട്രെയിനിൻ്റെ അകമാണ്. കൺട്രോൾ ഇലക്ട്രിക്കൽസ് ഒക്കെ ഉണ്ടല്ലോ, ഒരാൾക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇത് ഡബിൾ ബെഡാണ്, ഡബിൾ ബങ്ക്. ഓ സോറി. ഹലോ. അങ്ങനെ സമയം ഏതാണ്ട് 2:10 നമുക്ക് ഗോരിയോട് ഇവിടെ പറയേണ്ട നേരമായി. നമ്മുടെ ഹോം സ്റ്റേ ഇതായിരുന്നു. തൊട്ടടുത്ത് മെയിൻ റോഡിന് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. വണ്ടിയും കുഴപ്പമില്ല, പെർഫോമൻസ് ഇതുവരെ മോശമൊന്നുമില്ല. ഹണ്ടർ സ്മൂത്താണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഹിമാലയൻ, നമ്മുടെ വണ്ടി ഹിമാലയൻ ആണല്ലോ. ഹിമാലയൻ 450 വെച്ച് നോക്കുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അത്യാവശ്യം പവറും ഉണ്ട്. ഹൈവേ പോകാൻ നമ്മൾ പറപ്പിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. കുട്ടായിസിൽ പോയി ഒന്ന് വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ചെയിനൊന്ന് ലൂബ് ചെയ്യാം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഗോരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. അപ്പോൾ നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലം കുട്ടായിസിയാണ്. അപ്പോൾ നല്ല റോഡൊക്കെയാണ്. നല്ല റോഡൊക്കെ ആയതുകൊണ്ട് ഗൂഗിൾ മാപ്പ് പറയുന്നത് 150 കിലോമീറ്റർ ഏതാണ്ട് 2 മണിക്കൂറെന്നാണ് കാണിക്കുന്നത്. എന്തായാലും 2 മണിക്കൂർ കൊണ്ട് ചെല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ നിർത്താം. പിന്നെ വലിയ സ്പീഡിൽ പോകാത്തതുകൊണ്ട് ഒരു 2.5 അല്ലെങ്കിൽ ഒരു 2.25 മണിക്കൂർ കൊണ്ട് ചെല്ലാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് പതുക്കെ ഗോരിയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ആദ്യത്തെ ഒരു 10 കിലോമീറ്റർ ഗോരിയെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ റോഡുകളാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ വന്ന മേജർ ഹൈവേയിലേക്ക് ചെല്ലും. കാറുകളൊക്കെ പാഞ്ഞാണ് പോകുന്നത്. കാറുകളൊക്കെ 120, 130 ഇപ്പോൾ പോകുന്നത്. നമ്മൾ പതുക്കെ ഒരു 80, 90 പോകുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റോപ്പ് എടുക്കാറായി. ഒരു കോഫി കിട്ടുമോ നോക്കി നിർത്തിയാണ്. ആ മെയിൻ ഹൈവേയിൽ നിന്ന് താഴേക്കുള്ള ചെറിയൊരു വഴിയാണിത്.
ഇവിടെ ഈ ബ്രെഡുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നൈസ്. ഈ വഴിയിൽ ഒത്തിരി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു കോഫി ഷോപ്പ് ഓപ്പോസിറ്റ് കണ്ടു. ഇവിടെ ഈ റോഡ് സൈഡിലെല്ലാം ഇഷ്ടംപോലെ ബ്രെഡുകൾ, വിവിധതരം ജോർജിയൻ ബ്രെഡുകളാണ് വെച്ചേക്കുന്നത്. പല ഷേപ്പിലും പല സൈസിലും ഉള്ള ബ്രെഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ റോഡിൽ ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ധാരാളം ടണലുകൾ ഉണ്ട് ഈ റോഡിൽ. കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതെല്ലാം റീസെന്റ് ഒരു ലാസ്റ്റ് ഒരു 1 ഇയറിലോ അല്ലെങ്കിൽ ഒരു 1.5 ഇയറിലോ ഒക്കെ കംപ്ലീറ്റ് ആയ പോലെ തോന്നുന്നു. അപ്പം ഇപ്പോഴും ചിലയിടത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടണലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ടണൽ. അപ്പം മൊത്തം ഇങ്ങനെ മലകൾ തുറന്നാണ് ഈ ഹൈവേ പോകുന്നത്. റോഡ് നല്ലതാണ്, സമയം അധികം എടുക്കുന്നില്ല. എത്ര ടണലായിരുന്നു അല്ലേ? ടണൽ ഇറങ്ങി വന്ന് ഇഷ്ടംപോലെ ടണലുകൾ. അപ്പം നമ്മളങ്ങനെ വീണ്ടും വന്നപ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു ബ്രേക്ക് എടുത്തു. ഇവിടെ ധാരാളം ഈ റോഡിന്റെ 2 സൈഡിലും കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ഷോള്, തൊപ്പി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റോഡിന്റെ 2 സൈഡിലും അവിടെ ഒരു 5 മിനിറ്റ് നിന്ന് ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ഈ മേജർ ഹൈവേയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ഒരു 15 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് കുട്ടായസിക്കകത്തേക്ക് കയറാം. ഇനിയിപ്പോൾ അടുക്കാറായി. ഇനിയിപ്പം കുട്ടായസി ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ കുട്ടായസിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. ഇത് കുഴപ്പമില്ല, ഗസ്റ്റ് ഹൗസ് ആണെങ്കിലും 40 ലാറി 3 12 1200 1250 രൂപ. കുഴപ്പമില്ല. ഡീസൻ്റായിട്ടൊരു AC, ഒരു കട്ടില്, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇന്നലത്തെ സ്ഥലത്ത് ബാത്റൂം ഇല്ലായിരുന്നു, അറ്റാച്ച്ഡ് അല്ലായിരുന്നു, കോമൺ ആയിരുന്നു. അപ്പം ഇത് അത്യാവശ്യം ബാത്റൂമും കുഴപ്പമില്ല. അപ്പോൾ അതാണ് നമ്മുടെ മേബോ ഹൗസ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെയാണ് നമുക്കിന്ന് അക്കോമഡേഷൻ, ഇന്ന് നാളെ 2 നൈറ്റ്. അപ്പോൾ ഹോം സ്റ്റേയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഈവനിങ് ഒരു വാക്കാവെന്ന് വിചാരിച്ചു. ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ ഹോം സ്റ്റേയിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. അത്യാവശ്യം ചെറിയൊരു തണുപ്പുണ്ട്. ഗോരിയെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈറ്റുള്ള സ്ഥലമാണ് തോന്നുന്നു. തീരെ ഫ്ലാറ്റായിട്ടുള്ള ലാൻഡല്ല. ഇവിടെ നിന്ന് നാളെ കഴിഞ്ഞ് പോകേണ്ട വഴിയെല്ലാം ചില മലമ്പ്രദേശമുണ്ട്. ഇവിടെയും ചെറുതായിട്ടൊരു അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ചെറിയ സിറ്റിയാണ്. ഇവിടെ പഴയ 118 എണ്ണി കിടക്കുന്നു. ലാഡ 160011 നമ്മുടെ 118 എണ്ണിയുടെ പൂർവികൻ. അപ്പോൾ നമ്മളിവിടെ ഒരു വൈറ്റ് ബ്രിഡ്ജ് ഉണ്ട്, അത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ആ ഡയറക്ഷനാണ് നടക്കുന്നത്. വൈറ്റ് ബ്രിഡ്ജ് ഇവിടുത്തെ ഒരു ചെറിയ അട്രാക്ഷൻ തോന്നുന്നു. ടൂറിസ്റ്റുകളൊക്കെ അങ്ങോട്ട് നടക്കുന്നവരാന്ന് തോന്നുന്നു. പള്ളിയാണല്ലോ. ജോർജിയൻ ബ്രെഡ് ആൻഡ് ബേക്കറി. ഒരു ഫൗണ്ടനൊക്കെ ഉണ്ട്.
ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. സ്ട്രീറ്റ് വ്യൂ ആണ്. ടാക്സി എന്ന സ്ഥലത്തിൻ്റെ സ്ട്രീറ്റ് വ്യൂ. ഉള്ള ഒരു പഴമ വിളിച്ചോന്ന കെട്ടിടങ്ങളാണ് കൂടുതൽ. അലക്സാണ്ടർ പുഷ്കിൻ സ്ട്രീറ്റ്. മിൽക്ക് ഷേക്ക്, കോഫി എല്ലാം ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ 2 CRF റൈഡേഴ്സ് വരുന്നല്ലോ. CRF 300 ആണെന്ന് തോന്നുന്നു. ഹോണ്ട CRF 300. ഇതാണ് വൈറ്റ് ബ്രിഡ്ജിൻ്റെ ഏരിയ. രസമുണ്ടല്ലേ. ഒരു വലിയ റഷൊന്നുമില്ല. വൈനാണ് അടുക്കിയിരിക്കുന്നത്. ജോർജിയൻ വൈൻ ഉണ്ടോ? എത്ര വൈൻ വെറൈറ്റിയാണ്. ഹോട്ടൽ കിങ് ഡേവിഡ്, ക്യാമ്പ് ഡേവിഡ് പോലെയാണ്. അവിടെ ഒരു പാർക്കുണ്ട്, ചെറിയൊരു പാർക്ക്. So this is called Dance Studio Oasis. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ സിറ്റി സെൻറ്ററൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു വൈറ്റ് ബ്രിഡ്ജ് ഉണ്ട്, അങ്ങോട്ട് പോയി. ഒരു റിവറാണ് ഇവിടെ. വൈറ്റ് ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പം കാണുന്ന ഒരു റിവറാണ്. രസമുള്ള വ്യൂ തന്നെയാണ്. പാറയാണ് മൊത്തം. പാറക്കെട്ടുകൾ, ചെറിയ പാറക്കെട്ടുകളുണ്ട്. ഇതാണ് വൈറ്റ് ബ്രിഡ്ജ്. വൈറ്റ് ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ആണ്. വൈറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് അതിൻ്റെ താഴെ സീത്രൂവാണ്, പക്ഷേ ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിലും എല്ലാം ചെളിയായിപ്പോയിട്ടുണ്ട്. ഗ്ലാസ് ഉണ്ട് ഇവിടെ, ചെളി, അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇത് കുറച്ച് ക്ലിയറാണ്, ബാക്കിയൊന്നും ക്ലിയറല്ല. നല്ലൊരു റെസ്റ്റോറൻറ്റും വ്യൂ ഒക്കെയാണ്. ആൾക്കാരൊക്കെ നടന്നു വരുന്നു. കേബിൾ കാർ ഇവിടെ ഉണ്ട്. ഫ്രിഡ്ജ് നോക്കിയാൽ കേബിൾ കാർ പോകണമാണല്ലോ. K2 ഇതെങ്ങോട്ടാണ് പോകണേ? ഇവിടുത്തെ കൊട്ടാഴ്ചയിലെ കേബിൾ കാർ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. ഒരു ബാറൊക്കെ ഉണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ ബാറാണല്ലോ, ആരും ഇല്ലെന്ന്, നടച്ചു പൊട്ടിപ്പോയെന്ന് തോന്നുന്നു. കൊട്ടാഴ്ചയിലെ ഒരു പാർക്കാണ്. രാവിലെയൊക്കെ നടക്കാൻ വരാൻ പറ്റിയ സ്ഥലമാണല്ലോ. ഇവിടെ എന്താ ഉള്ളത്? ബാർ, റെസ്റ്റോറൻ്റ് ഉണ്ട്. റിവർ സൈഡ് വ്യൂ ഉള്ള റെസ്റ്റോറൻറ്റ്. പാർക്ക് കൊള്ളാം, ചെറിയൊരു പാർക്കാണ്. അപ്പോൾ ഈ വൈറ്റ് ബ്രിഡ്ജിൻ്റെ സൈഡിൽ തന്നെ കണ്ട റെസ്റ്റോറൻറ്റിൽ കയറിയുന്ന അധികം ലേറ്റ് ആകാതെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുന്ന് ബിയറും ഓംലെറ്റും ബ്രെഡും ഒക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. തിരിച്ച് നമ്മൾ റൂമിലേക്ക് നടക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം സ്റ്റൈലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഡയറക്ഷനൊക്കെ കറക്റ്റായിട്ട് വെച്ചു. 3557 കിലോമീറ്ററാണ് ന്യൂപോർട്ട്, UK. കൊളംബിയ USA-ക്ക് 9782 കിലോമീറ്റർ. ജിനാൻ ചൈന 6200. അഷ്കലോൺ ഇസ്രായേലിലേക്ക് 1352. ഗോവയിൽ നിന്ന് രാവിലെ അപ്ലിഷൻകെ പോയി റോക്ക് ടൗൺ ഒക്കെ കണ്ടു. തിരിച്ചു വന്നിട്ട് നമ്മളുടെ സ്റ്റാലിൻ മ്യൂസിയം കണ്ടു. അവിടെ നിന്ന് നേരെ വണ്ടി ഓടിച്ച് കുട്ടായിസിലെത്തി. കുട്ടായിസിലെ ഈവനിങ് സീനുകളൊക്കെ ഒന്ന് കണ്ടു. രസമുണ്ട്. ചെറിയൊരു ടൗൺ ആണെങ്കിലും ഈവനിങ് ഒക്കെ വളരെ ആക്റ്റീവാണ്.
സമ്മർ ടൈം ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ആൾക്കാരും ഒക്കെ ഉണ്ട്. Spar we also have there. So now we have come to a square. This is the fountain. El Paso. രസമുണ്ടല്ലേ, രാവിലെ നാളെ ഓടാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ നാളെ ഇനിയിപ്പം ഇവിടെ തന്നെയാണ്, നല്ലൊരു ക്യാനിയൻ ഉണ്ട്, അത് കാണണം. പിന്നെ അടുത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു കേവ്സ് ഉണ്ട്. അപ്പോൾ ഈ ക്യാനിയനും കേവ്സും നാളത്തേക്ക് വെച്ചേക്കാണ്. അപ്പോൾ നാളെ കഴിഞ്ഞ് രാവിലെ ഉള്ളൂ ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുന്നുണ്ടോ. അപ്പോൾ നാളെ നൈറ്റ് കൂടെ കുട്ടാഴ്ചയിൽ തന്നെ കാണും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ജോർജിയയിലെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.